ഹലോ മുത്തുമണികളെ, ഞാനിപ്പോൾ ഉള്ളത് അഴീക്കോടാണ് കേട്ടോ. ആ ഒരു തറവാട് വീടെന്ന് പറഞ്ഞാൽ ഒരുപാട് ഭക്ഷണം കഴിച്ചൊരു സ്ഥലമാണെന്ന് പറയും കേട്ടോ. അത് നമ്മുടെ പല ആളുകൾക്കും അറിയാം, മലപ്പുറം ലളിതാത്താൻ്റെയൊക്കെ ഹസ്ബൻഡിൻ്റെ വീടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീടിൻ്റെ തൊട്ടപ്പുറത്തായി ഉണ്ടായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നത് ആ ഒരു പോർഷൻ കേട്ടോ. ഇവിടെ ആ വീടൊക്കെ പൊളിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ വീട്ടിൽ 2 അമ്മമ്മമാരുണ്ട്. എനിക്കേറെ പ്രിയപ്പെട്ട മീനാക്ഷി അമ്മമ്മയും അതുപോലെ തന്നെ പ്രിയപ്പെട്ട തങ്കമ്മമ്മയും അവരൊക്കെയാണ് കേട്ടോ പൊന്നു പോലും നോക്കിയിട്ടുണ്ടായിരുന്നു നമ്മളെയൊക്കെ. ഏതായാലും ഈ ഒരു വീട്ടിലേക്ക് വന്നപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം. ഈ ഒരു വീട് ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇത് അമ്മേൻ്റെ കൂടെ അമ്മ കൂലിപ്പണിക്കാണ് പോകുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അമ്മേൻ്റെ മുതലാളിയായ അപ്പൂട്ടൻ്റെ കൂടെ ഉണ്ട്. മുതലാളി എന്നൊന്നും ഞങ്ങൾ പറയാറില്ല, അമ്മേൻ്റെ ഒരു സഹോദരനാണ് അപ്പൂട്ടന്. അപ്പം ഞങ്ങളുടെ അപ്പൂട്ടൻ്റെ വീടാണ് കേട്ടോ. ഞങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ട വീടാണ് കേട്ടോ. ഇവരൊക്കെയാണ് ഞങ്ങൾ പൊന്നു പോലെ നോക്കിയിട്ടുള്ള ആളുകൾ. കാരണം അത്രമേൽ ഇഷ്ടപ്പെട്ട സ്ഥലമാണ് കേട്ടോ. ഇത് ഞങ്ങൾ സ്വന്തം അച്ഛമ്മ കേട്ടോ. ഇപ്പോൾ കുറച്ച് പ്രായമൊക്കെ ആയിട്ടുണ്ട്. ആൾ ഭയങ്കര സ്നേഹമുള്ള ആളാണ്. അതിനനുസരിച്ച് ഭയങ്കര ചൂടത്തിയും കൂടിയായിരുന്നു കേട്ടോ ചെറുപ്പകാലത്ത്. അത് തുടരുത് ഇത് തുടരുന്നൊക്കെ പറയും. എന്നാലോ എനിക്കും ചേച്ചിക്കും എന്തുണ്ടാക്കിയാലും തരും കേട്ടോ. ഇപ്പോൾ ചോറാണെങ്കിലും അച്ഛമ്മ ഉണ്ടാക്കുന്നതിൻ്റെ ഭക്ഷണം ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടം ചെറുപ്പകാലത്ത് അച്ഛമ്മ ഉണ്ടാക്കുമ്പോൾ ഒരു മുരിങ്ങ താളിപ്പും അതുപോലെ തന്നെ മീൻ പൊരിച്ചതും അതുപോലെ തന്നെ പടുകൂട്ടാനൊക്കെ ഉണ്ട്. ഭയങ്കരമായിട്ട് ടേസ്റ്റ് ആട്ടോ. എപ്പോഴും ഞാനും ഇവിടെ നിന്നൊക്കെ തന്നെയായിരുന്നു കേട്ടോ ചോറൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരുപാട് പോറ്റി വളർത്തിയ വീട് എന്നൊക്കെ പറയാമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളൊരു വീടാണ് കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ അച്ഛമ്മേനെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അച്ഛമ്മ പ്രായം ചെന്നതല്ലേ, നമ്മൾ എപ്പോഴേലൊക്കെ നമ്മൾ വീട്ടിലേക്ക് വരുമ്പോൾ ഇടയ്ക്കൊന്ന് വരും കേട്ടോ. എന്നിട്ട് നമ്മളെ നോക്കിയ ആളുകളൊക്കെ നമ്മളിടയ്ക്കൊന്ന് വന്ന് കാണണ്ടേ. അപ്പോൾ വന്നതായിരുന്നു. അപ്പോൾ ഞാനെടുത്ത ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ കറുകപ്പട്ടയാണ് കേട്ടോ. നമ്മുടെ കറുകപ്പട്ടേൻ്റെ ഇല ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു നല്ല ടേസ്റ്റാണ്, ഇതൊന്ന് മണത്ത് നോക്കിയെന്ന് പറയും. എനിക്ക് മണമൊക്കെ കിട്ടുമോ എന്നൊക്കെ ചോദിക്കണം. മണത്ത് നോക്കി വേണമെങ്കിൽ ഒന്ന് ചമച്ച് നോക്കിയെന്നാണ് കേട്ടോ. അപ്പം അച്ഛമ്മയ്ക്ക് ഞാൻ അതൊന്ന് കൊടുത്തതാണ് കേട്ടോ. പാവാണ് കേട്ടോ ആൾ. അപ്പം അങ്ങനെ അച്ഛമ്മേനെ കൊണ്ട് അതൊക്കെ ഒന്ന് മണപ്പിച്ചിട്ടോ. പിന്നെ ഞാൻ പാറുവിനോട് പറഞ്ഞു വേണമെങ്കിൽ ഈ പാറു എനിക്ക് വേണം ഒരു ഇല ഒന്ന് ചമച്ച് വെക്കുക എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ ഓളൊന്ന് പറിച്ചിട്ട് നോക്കാൻ കേട്ടോ. ഇത് അവരുടെ വീടിൻ്റെ പുറകു വശമാണ് കേട്ടോ. ഈ ഒരു കിണറുണ്ടല്ലോ, കിണറിൽ അത്യാവശ്യം നല്ല വെള്ളങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടൊരു കിണറാണ്. ഞാനൊക്കെ കുറേ വെള്ളം മുക്കിയിട്ടുണ്ട് കേട്ടോ അതിന്. കാരണം എനിക്ക് ഇഷ്ടമാണ് ഇത് കെട്ടിൽ നിന്ന് വെള്ളം മുക്കുക എന്നുള്ളത്. ഒരുപാട് ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു കേട്ടോ. പിന്നെ നല്ല ചെമ്പരത്തി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ചുറ്റോറും. പിന്നെ ഇതാ കറുവത്ത ഒന്ന് പഴുത്ത് കിടക്കേണ്ട 2 എണ്ണം, അത് ഏതെങ്കിലും കുത്തിച്ചടിച്ചിട്ട് എന്തായാലും ഒന്ന് തിന്നണം. ഞാനൊരു കറുവത്ത കാര്യം കൂടിയാണ് കേട്ടോ. കറുവത്തയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പഴുത്ത കറുവത്ത. പിന്നെ കാക്കാപ്പൂവിൻ്റെ ചെടികൾ കണ്ടോ. കാക്കാപ്പൂവ് ഇവിടെ കാക്കാപ്പൂവ് എന്നാട്ടോ ഇതിന് പറയാം. നീല കളറുള്ള നീലക്കോളാമ്പിയോ നിങ്ങൾ എന്തൊക്കെയാണ് പറയണമെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അത് പിന്നെ ആ ഒരു തൊടിയിൽ പണ്ട് കുറേ ഇതായിരുന്നു കേട്ടോ. കാക്കച്ചിപ്പൂവ് കാക്കാപ്പൂവ് ഇതൊക്കെ പണ്ട് ചോറ് കൂട്ടാൻ കളിക്കുമ്പോൾ ഞങ്ങളൊക്കെ ഉയർച്ചയായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെയൊക്കെ നല്ല അത്യാവശ്യം നല്ല ഇതാണ് കേട്ടോ. അവിടെ ഒരു ഇതുണ്ടായിരുന്നു, എന്താ പറഞ്ഞാൽ ആദ്യം ഒരു എന്തായാലും പറയാം അലരിപ്പിൻ്റെ ഒരു പൂവുണ്ടല്ലോ, നമ്മളെ പൂവിൻ്റെ പേരൊക്കെ മാറുന്നല്ലോ. പൂവ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ പൂവിൻ്റെ കമൻറ്റ് ചെയ്തിട്ടോ. പണ്ട് ഇതങ്ങോട്ട് ചൂടി നമ്മൾ നടന്ന സമയത്തൊക്കെ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ ചെറിയ ആളാണ്, വലിയ ആളെ മുറിച്ചിട്ടുണ്ട്. ഇപ്പോൾ ചെറിയ ആളുണ്ടായിട്ട് അതിമേലും പൂവൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ പാറും ചാരും കോഴിക്കളെയും കളിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കട്ടെ. അവർക്ക് ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് കോഴികളെയൊക്കെ. അപ്പോൾ ഞാൻ എന്താട്ടി ഇതാണ് കേട്ടോ അവരുടെ വീടിൻ്റെയൊക്കെ ഈ ഒരു സൈഡ് കാര്യങ്ങളൊക്കെ. അപ്പോൾ അവിടെ 2 കാക്കകൾ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരാൾ പറന്നു പോയി, ഒരാളങ്ങനെ കാണിച്ചതാണ് കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോ ഒക്കെ കാണുന്ന ആളുകൾ നമ്മൾ വീഡിയോ ഒക്കെ സപ്പോർട്ട് ആക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ലൈക്ക് അടിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണം കേട്ടോ. കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളോട് ചോദിക്കുക, പറയാം കേട്ടോ. എന്നാലൊക്കെയാണ് നമ്മളെ വീഡിയോസൊക്കെ മുന്നോട്ട് പോകുകയുള്ളൂ. ഞാൻ ഈ യൂട്യൂബ് ഇനിയിപ്പോൾ ആരായാലും യൂട്യൂബ് തുടങ്ങുന്നത്, ഇപ്പോൾ യൂട്യൂബൊക്കെ പാഷനായിട്ടും കുറേ പൈസ ഉണ്ടാക്കുന്ന ആളുകൾക്കൊന്നും വലിയ പ്രശ്നം ഉണ്ടാവില്ല. നമ്മളെ സംബന്ധിച്ചോളം ഒരു 10 രൂപ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടേതായ കടങ്ങളിലേക്കും കാര്യങ്ങൾക്കൊക്കെ പോകാമല്ലോ എന്നുള്ളൊരു സന്തോഷമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് കാര്യങ്ങളും വേണം കേട്ടോ. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ തുടർന്ന് നമ്മളെ വീഡിയോ നിങ്ങൾക്ക് കാണാനും പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ വീഡിയോ ഒക്കെ ഒന്ന് മൂവ് ആവുകയുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കണം കേട്ടോ. ഇതിൻ്റെ പൊന്നുകുട്ടി ഉണ്ടാക്കിയ വരച്ച ചിത്രങ്ങളൊക്കെയാണ് കേട്ടോ. ഇതാണ് അപ്പോട്ടനും സിന്ധു ചേച്ചിയും.
പിന്നെ അവിടെ എന്താ ഉള്ളിൽ ഭാഗമാണ് കേട്ടോ, അവിടെ ഒരു പൂജാ റൂം കാര്യങ്ങളും. പിന്നെ അതുണ്ടോ ആ ഒരു കട്ടിലിൽ കിടക്കാൻ നല്ല സുഖമായിരുന്നു കേട്ടോ. ഞാൻ കുറേ ഇരുന്നും കുലുങ്ങി കിടന്നു കേട്ടോ. ആ ഒരു പഴയ രീതിയിലുള്ള എന്താ അതിന് പറയുക, നൂലൊക്കെ വലിച്ചിട്ടുള്ളൊരു കട്ടിലാണ് കേട്ടോ. അത് നൂലുകൊണ്ട് ഉണ്ടാക്കിയ കട്ടില അറിയില്ല അങ്ങനത്തെ. അത് ഇവിടെ അമ്മായി സേലത്താണ്, അമ്മായിൻ്റെ അവിടെ നിന്ന് ഉണ്ടാക്കി കൊടുത്തതാണ് കേട്ടോ. അവിടെ ആളുകൾ വന്നിട്ട് പിന്നെ അവിടെ സിന്ധു ചേച്ചി ചോറൊക്കെ കൂട്ടിയാണ്ട് എന്താ അപ്പോഴൊക്കെ കഴിക്കാൻ വേണ്ടിയുള്ള ചോറ് കാര്യങ്ങൾ കേട്ടോ. അപ്പം ഞങ്ങൾ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പം അപ്പോഴത്തേന് നമ്മുടെ ബിരിയാണി ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അതും ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഞാൻ വന്ന് എന്തെങ്കിലും സ്പെഷ്യൽ അല്ലെങ്കിൽ ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ വരണം കേട്ടോ, എന്തെങ്കിലും ഉണ്ടാക്കും കേട്ടോ. സിന്ധു ചേച്ചി ബിരിയാണി ആയിട്ടും നെയ്ച്ചോറായിട്ടും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. ഞാൻ ഇടയ്ക്കൊന്നും ഇങ്ങനെ തലയും കാട്ടിട്ട് ഇവിടെ വന്നിട്ട്, കാരണം നമ്മളെ നോക്കി വളർത്തിയ ആളുകളല്ലേ നമ്മൾ ഏറ്റവും സ്നേഹിക്കേണ്ടത് എന്നുള്ളതാണ് കേട്ടോ. പിന്നെ അധിക ബന്ധങ്ങളൊന്നും നമുക്ക് ഇവിടെ ഇല്ല. അതുകൊണ്ട് ഇവരൊക്കെ തന്നെയാണ് നമ്മൾ കൂടപ്പിറപ്പുകൾ കേട്ടോ. ഈ ഒരു പൂവാണ് ഞാൻ പറഞ്ഞ പൂവ്, ഇതിൻ്റെ പേരൊക്കെ കിട്ടണില്ല ഇപ്പോൾ പറയാനും. എന്താ ഇലഞ്ഞിപ്പൂവോ, ഇലഞ്ഞിന്നല്ലേ എന്ന് തോന്നുന്നു, ഇലഞ്ഞിന്നെയാണ്, മറന്നു അതിൻ്റെ പേരൊക്കെ. ഇതൊക്കെ എത്ര ചൂടിയായിരുന്നതാ, മുല്ലപ്പൂവിനെയും ഞാനൊക്കെ ചൂടിയായിരുന്ന പൂതാട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു മണമുണ്ട്, അതിൻ്റെ അമ്മ എന്താ സൂപ്പർ മണമെന്നോ. ഇത് ചൂടുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ട്, എങ്ങനെയാണോ ഇത് നമ്മൾ എന്താ കോർക്കൽ പറഞ്ഞാൽ നമ്മൾ പച്ച ഓലേൻ്റെ ഇതിലാണ് കേട്ടോ നമ്മളിത് കോർക്കാറുള്ളത്. ആ കാലൊക്കെ ഒന്നോട് ഓർത്ത് പോയിട്ടോ. അപ്പോൾ അന്നൊക്കെ ഇതൊക്കെ ഉണ്ടാക്കി ചൂടിക്കാനൊക്കെ തല്ലൂടലാവും. ഇതൊക്കെ ഒന്ന് കോർത്ത് കെട്ടിയിട്ട് ചൂടുമ്പോഴൊക്കെ ഉള്ളൊരു സന്തോഷം, ഒരു വൈബ് അതൊന്ന് വേറെ തന്നെയാണല്ലേ. അപ്പോൾ അതാ അത്യാവശ്യം കുറേ ഉണ്ട് കേട്ടോ. അയമ്മ കൂടെയൊക്കെ ഉണ്ട് ചെടി, അതിൻ്റെ ആ ഒരു പൂവൊക്കെ കേട്ടോ. പിന്നെ എന്താ, പിന്നെ കറുവത്തുണ്ട്. അതുപോലെ തന്നെ കറുവത്ത് ഇപ്പോൾ ഒരു ചെറിയൊരു കറുവത്ത ഉണ്ട്. അപ്പോൾ ഞാനത് കത്തിയെടുത്താണ്ട് ഇങ്ങനെ പോകുന്നത് കേട്ടോ. അപ്പോൾ പാറൊരയ്ക്കത് വേണ്ടാക്കി, അവിടെ വലിയ കറുവത്ത മതി, ഇത് ഞാൻ വലിച്ചെറിയെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട് പാറിൻ്റെ പിന്നാലെ. അത് വലിച്ചെറിയല്ലേ, ഇത് ഞാൻ ചെത്തി തിന്നാളായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല പഴുപ്പുണ്ടായിരുന്നു കേട്ടോ. നല്ല പഴുപ്പ് തുടുത്ത കറുവത്താണല്ലേ, ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതും കറുവത്ത് നുണച്ചും കൂടിയാണ് ഞാൻ. അപ്പോൾ മറക്കണ്ട, നമ്മളെ വീഡിയോ കാണുന്ന ആളുകൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിച്ചോളൂ കേട്ടോ. നിങ്ങളൊക്കെ കറുവത്ത് നുണച്ചാലാണോ, കറുവത്തൊക്കെ എല്ലായിടത്തും ഉണ്ടോ, കറുവത്തൊക്കെ എല്ലായിടത്തും ഉണ്ടാവട്ടെ. കാരണം നമ്മൾ കറുവത്തൊക്കെ തിന്നുമ്പോൾ പഴുത്ത കറുവത്തക്കുരു ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വീടിൻ്റെ 4 മൂലക്കിലും കൊണ്ടുപോയി ഇടുക. ഏത് മൂലക്കിലാണ് പൊട്ടി മുളയ്ക്കുകയെന്ന് അറിയില്ല. ചില കറുവത്തൊക്കെ ഉണ്ടാവാൻ പടവും മുളച്ചതുണ്ടാവും, കുഴിച്ചിട്ടുണ്ടാവില്ല എന്നറിയണ്ടാവും. ഇതൊക്കെ പടവും മുളച്ചതാണെന്നാണ് പറഞ്ഞത്. എവിടുന്നോ പണി സ്ഥലത്ത് നിന്ന് എവിടുന്നോ കറുവത്ത കിട്ടിയപ്പോൾ കൊടുന്നപ്പോൾ അതിൻ്റെ കുരു എന്താ നമ്മൾ കുഴിച്ചിട്ടല്ല, തൊടിക്ക് നമ്മൾ വലിച്ചെറിയുമല്ലോ, ആ സമയത്ത് അങ്ങനെ കറുവത്ത ഉണ്ടായതാണെന്ന് പറഞ്ഞു കേട്ടോ. ഏതായാലും നല്ല മധുരമുള്ള നല്ല തുടുത്ത കറുവത്താണല്ലേ. ഇതൊരു കുഞ്ഞി കറുവത്തയായിരുന്നു കേട്ടോ. അപ്പം ഞാനതൊക്കെ മെല്ലെ ചെത്തിയിട്ട് ഇനി നമുക്ക് അതൊന്ന് ഇതാക്കാം. പാറു ചേർന്ന് എനിക്ക് വേണ്ട, ഞങ്ങൾക്ക് വേണ്ടാന്ന്. അപ്പോൾ ഞാനെന്ന് വിചാരിച്ചു അച്ചമ്മയ്ക്കും കൊടുക്കാമെന്ന്. അപ്പോൾ ഞാൻ 2 കഷ്ണമാക്കിയിട്ട് ഇങ്ങനെ 2 ഭാഗം ഇങ്ങനെ പൊളിച്ചെടുത്തോട്ടോ കേട്ടോ. അച്ചമ്മയ്ക്കൊക്കെ പ്രായം ചെന്നവർക്കൊക്കെ ഇങ്ങനത്തെ കഴിക്കാൻ നല്ലൊരു സുഖമല്ലേ. അച്ചമ്മയ്ക്ക് ചെറുതായിട്ട് നല്ല ഷുഗറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റുക. ഞാൻ പറയും ഇടയ്ക്കിടയ്ക്ക് വല്ല മിഠായിക്ക് കൊണ്ടുപോയി കൊടുക്കും കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അച്ചമ്മയ്ക്ക് എല്ലാ സാധനങ്ങളും. അപ്പോൾ ഞാൻ കറുത്ത മുറി ഒന്നിക്കും ഒന്ന് അച്ചമ്മയ്ക്കും കൂടി എടുത്തിട്ടോ. പണ്ടതൊന്ന് കഴിച്ചു നോക്കി, ഇത് നിന്നാൽ വല്ല ഷുഗറൊന്നും ഉണ്ടാവില്ല ആരുണ്ട്, എന്നാൽ കഴിച്ചു നോക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കഴിക്കാനിട്ട് ആളും. അപ്പം നിങ്ങൾക്ക് കറുവത്ത ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ. അപ്പോൾ നല്ല തുടുത്ത നല്ല കറുവത്തയാണ് കേട്ടോ ഇത്. അപ്പോൾ വീഡിയോസ് കാണുമ്പോൾ എല്ലാവരും സപ്പോർട്ടാക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. മറ്റൊരു ദിവസം ഇതിൻ്റെ ബാക്കി ഭാഗം ഉണ്ട് കേട്ടോ. എല്ലാവരോടും വരാൻ സ്നേഹത്തോടെ.